ഗുണ്ടാത്തലവൻ ഓം പ്രകാശിനെതിരായ ലഹരി കേസിൽ സിനിമാ ബന്ധവും. യുവതാരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിന്റെ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമാ താരങ്ങൾ പുലിവാലി പിടിച്ചു നടക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ വീണ്ടും ഒരു ഇടിവെട്ട് കേസ് വന്നിരിക്കുകയാണ്. കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ഓം പ്രകാശിന്റെ ലഹരി പാർട്ടിയിൽ ശ്രീനാഥ് ഭാസിയും അതുപോലെ തന്നെ പ്രയാഗ മാർട്ടിനും പങ്കെടുത്തു എന്നതാണ് റിപ്പോർട്ട്. പ്രയാഗ മാർട്ടിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ബാലതാരമായി വന്ന് ഉണ്ണിമുഖന്റെയൊക്കെ കൂടെ ഒരു മുறை വന്ന് പാർത്തായ എന്ന ഫിലിമിൽ നല്ല അടിപൊളിയായിട്ട് ഒരു നാടൻ പെൺകുട്ടിയുടെ വേഷമൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ദിലീപിന്റെ ഒക്കെ കൂടെ നായികയായിട്ട് അഭിനയിച്ച പെൺകുട്ടിയാണ് പ്രയാഗ മാർട്ടിൻ. പക്ഷെ ഈ ഇടയായിട്ട് പ്രയാഗ മാർട്ടിന്റെ ലുക്കും വേഷവിധാനത്തിനൊക്കെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ശ്രീനാഥ് ഭാസിനെ കുറിച്ചും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം ശ്രീനാഥ് ഭാസിനെ എല്ലാവർക്കും അറിയാം. ശ്രീനാഥ് ഭാസി ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സിനിമയിൽ നിന്ന് വിലക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ഹോട്ടലിലെത്തിച്ച എളമക്കര സ്വദേശി ബിനു ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നേരത്തെ ലഹരി കേസുകളിൽ പിടിയിലായിട്ടുള്ള ആളാണ് ബിനു. കൊച്ചിയിൽ നടന്ന DJ പാർട്ടി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് വിവരം. ഓം പ്രകാശിനെ അറിയില്ല എന്നാണ് പ്രയാഗ മാർട്ടിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും പോലീസ് ഇവർ രണ്ടുപേരുടെയും മൊഴിയെടുക്കും. അതിനുശേഷം അറിയാം എന്തൊക്കെയാണ് കാരണങ്ങളെന്നും തുടർ അന്വേഷണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മലയാള സിനിമ താരങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ടൊന്നുമല്ല ഈ ലഹരി കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ ഷൈൻ ടോം ചാക്കോയുടെ പേരിലൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തായെന്ന് പോലും അറിയില്ല. പിടിക്കുന്നതും കണ്ടു, ഇറങ്ങുന്നതും കണ്ടു. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഓം പ്രകാശിനെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തു. അത് മിന്നൽ വേഗത്തിൽ വരുന്നു, മിന്നൽ വേഗത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നു. എങ്കിലും അതിനേക്കാൾ വേഗത്തിൽ ജാമ്യവും കിട്ടി. കാരണം കൂടുതൽ മതിയായ തെളിവുകൾ ഇല്ലാന്നും പറഞ്ഞിട്ട് ജാമ്യം അനുവദിച്ചു. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും എത്തിയിട്ടുണ്ടെങ്കിൽ വേറെയും സിനിമാ താരങ്ങൾ എത്തിയിട്ടുണ്ടാകും. സിനിമാ മേഖലകളിലേക്കും ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. പക്ഷേ കൂടുതൽ സിനിമാ താരങ്ങൾ അവിടെ എത്തിയിട്ടില്ല. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും മാത്രമാണ് വന്നിട്ടുള്ളൂ. മറ്റതെല്ലാം ബിസിനസ്സുകാരാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും സിനിമാ മേഖലകളിലേക്ക് കൂടി ഇതിന്റെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ തന്നെയാണെങ്കിലും കാശുള്ളവന്റെ മേലെ എന്ത് കേസ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യം അത് വളരെ വലിയൊരു ഹൈപ്പായി വരികയും പിന്നീട് അങ്ങനെ ഒരു കേസിനെ കുറിച്ചൊരു വാർത്തയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉള്ളതായോ പോലും അറിയാൻ കഴിയുന്നില്ല. അതിലേക്ക് ഉദാഹരണമാണ് ഷൈൻ ടോം ചാക്കോയെയൊക്കെ ഓൾറെഡി ഇതേപോലെ ലഹരി കടത്തുമായിട്ട് പിടിച്ചതാണ്. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഓം പ്രകാശ് നടത്തിയിട്ടുള്ള ഈ ലഹരി പാർട്ടിയിൽ ബോബി ചലപതി എന്ന പേരിലാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ പാർട്ടിയിൽ സ്ത്രീകളടക്കം 20ഓളം പേർ പങ്കെടുക്കാൻ വന്നിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മ എന്ന സംഘടന തന്നെ ഭിന്നപ്പെട്ടു പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരും ഈ റിപ്പോർട്ടിനെതിരെ ഒന്ന് സ്റ്റേണായിട്ട് നിന്ന് സംസാരിക്കാൻ പോലും മുന്നോട്ട് വന്നില്ല. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടയാള് നിവിൻ പോളിയാണ്. നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അദ്ദേഹം മീഡിയയ്ക്ക് മുന്നിൽ വന്ന് കോൺഫിഡൻസോടെ അതിനെ എതിർത്തു എന്നുള്ളതാണ്. ഈ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാനോ ഈ ഒരു കോൺഫിഡൻസോ മറ്റു നടന്മാരിലൊന്നും കണ്ടതുമില്ല. അതിനു പുറമെയാണ് സിദ്ദിഖിനെതിരെയുള്ള കേസും സിദ്ദിഖിന്റെ ഒളിവിൽ പോക്കും ലാസ്റ്റ് സിദ്ദിഖിനുള്ള ജാമ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ലഹരി കേസും കൂടി വന്നിട്ടുള്ളത്. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ചില കമന്റുകളുണ്ട്. രസകരമായ ചില കമന്റുകളാണ്. ഞാനത് വായിച്ചേൽപ്പിച്ചു തരാവേ. ഈ താരങ്ങളെ സിനിമയിൽ നിന്നും ആജീവനാന്തം വിലക്കുക നടക്കുന്നത് തന്നെ. ഒരുപാട് വിലക്കുകൾ വിലക്കിയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം വീണ്ടും സിനിമയിലേക്ക് വന്നിട്ടുമുണ്ട്. ഇവർക്ക് അടിച്ച് ഫിറ്റായി ഓടയിൽ കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അത് അടിപൊളിയായിരിക്കും. അതാണ് പെട്ടെന്ന് പ്രയാഗ കോലം മാറിയത്. ഇപ്പൊ പിടുത്തം കിട്ടി. 30 കേസുകളിൽ പ്രതി പിന്നെയും പുറത്ത്. ഫസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകൾ പോലും ആയില്ല, അതിനു മുന്നേ ജാമ്യം കിട്ടി. അപ്പൊ എല്ലാവർക്കും അറിയാം അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, എന്താണെങ്കിലും ജാമ്യം കിട്ടുമെന്ന്. കുറച്ചു നാൾ മുമ്പ് ഗായിക സുചിത്ര ഒരു പ്രമുഖ നടിയെയും അവരുടെ ഭർത്താവിനെയും കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ആ ഒരു ഭർത്താവ് ആരാ ഭാര്യ ആരാന്ന് എല്ലാവർക്കും അറിയാലോ. ആ വിഷയത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ പോലും കണ്ണടയ്ക്കുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കേസിന്റെ കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്വാഹ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊരു കേസ് ആണെങ്കിലും ഇത് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പൊ കമന്റുകളൊക്കെ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഓൾമോസ്റ്റ് അപ്പൊ എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു നിഗമനമുണ്ട്. കേസ് വളരെ ഹൈപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഈ കേസിന്റെ എൻഡിങ് എങ്ങനെയാണെന്ന്, അല്ലേ?